മുനമ്പം ഭൂമി പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സാമാന്യനീതിയുടെ ലംഘനമാണ് മുനമ്പം ജനതയോട് സർക്കാർ കാണിച്ചതെന്ന് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. CPI നേതാക്കളും ഇന്ന് മുനമ്പം സമരവേദിയിൽ എത്തി. ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന ഇന്നും മുനമ്പം സമരകലുഷിതമായിരുന്നു. BJPക്ക് മുനമ്പം സമരം മുതലെടുക്കുവാനാകുന്നുണ്ട് എങ്കിൽ അത് മറ്റു രണ്ട് മുന്നണികളുടെ വീഴ്ചയാണെന്ന് മുനമ്പത്തെത്തിയ തലശ്ശേരി അതിരൂപത അധ്യക്ഷൻ മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. വോട്ട് ബാങ്ക് മാറ്റിവെച്ച് സർക്കാർ പ്രശ്നത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും മാർ ജോസഫ് പാംപ്ലാനി. അങ്ങനെ ഒരു മുതലെടുപ്പിന് ആരെങ്കിലും ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കി മുൻകൂട്ടി ജനതയ്ക്ക് നീതി നടപ്പിലാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തി എന്നുള്ളതിന്റെ ഒരു കുറ്റസമ്മതമായി മാത്രമേ ഞങ്ങൾ അതിനെ കാണാൻ ശ്രമിക്കുന്നുള്ളൂ. വഖഫിന്റെ പേരിൽ ആർക്കെങ്കിലുമെതിരെ കേസെടുക്കണമെങ്കിൽ അത് ഫറൂഖ് കോളേജിന്റെ പേരിലായിരിക്കണം. മുനമ്പം ജനതയോട് സർക്കാർ കാണിച്ചത് സാമാന്യ നീതിയുടെ ലംഘനമാണെന്നും മാർ ജോസഫ് പാംപ്ലാനി വിമർശിച്ചു. മുൻ റവന്യൂ മന്ത്രിയും CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗവുമായ KP രാജേന്ദ്രൻ ഐക്യദാർഢ്യവുമായി സമരപന്തലിലെത്തി. മുനമ്പത്ത് ജനതയ്ക്ക് റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നതുവരെ സമരത്തിനൊപ്പം ഉണ്ടാകുമെന്ന് KP രാജേന്ദ്രൻ പറഞ്ഞു. 22-ാം തീയതി തീരുമാനങ്ങൾ നമുക്ക് കാത്തിരിക്കാം. സാഹചര്യങ്ങൾ അത് തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ വിലയിരുത്തും. തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കാൻ ഏതൊക്കെ രീതിയിൽ ഒപ്പം നിന്ന് സഹായിക്കണം അതൊക്കെ ഉണ്ടായിരിക്കും. CPI ജില്ലാ സെക്രട്ടറിമാരായ TJ ആഞ്ചലോസ്, KM ദിനകരൻ എന്നിവരും സമരപന്തലിലെത്തി. ഈ മാസം 22-ന് സർക്കാർ വിളിച്ച ഉന്നതതല യോഗത്തിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് സമരക്കാരുടെ പ്രതീക്ഷ. 24 കൊച്ചി.